ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല പിങ്ക് കളറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പായസം നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടും അല്ലാത്ത സമയത്തും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പായസം നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കുക്കർ എടുക്കുക. അതായത് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന കുക്കറാണെങ്കിൽ അതിൽ വല്ല മസാലയുടെയോ അല്ലെങ്കിൽ എണ്ണയുടെയോ ഒക്കെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പായസം ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുക്കാവും നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പായസം റൈസ് അല്ലെങ്കിൽ ഉണക്കലരി അല്ലെങ്കിൽ ഉണങ്ങല്ലരി എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഒരു 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിന് ഒരു 1/3 കപ്പ്. അതായത് നമ്മൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണോളം അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പായസം റൈസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ടൈപ്പിലുള്ള പച്ചരിയോ അല്ലെങ്കിൽ ബിരിയാണി അരി വെച്ചിട്ടും ഈ ഒരു പായസം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ പായസത്തിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു അരി വെച്ചിട്ട് തന്നെയാണ് ഈ പായസം ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3/4 കപ്പ് പഞ്ചസാരയാണ്. ഈ മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാല് ചേർക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് നമുക്ക് പാക്കറ്റ് പാലോ അല്ലെങ്കിൽ പശുവും പാലോ എടുക്കാം. പക്ഷെ നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വൃത്തിയുള്ള ഒരു കയ്യിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഈ കുക്കർ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിൻ്റെ മേലുള്ള ഈ വെയിറ്റ് ഊരി മാറ്റുക. വെയിറ്റ് നമ്മൾ ഈ സമയത്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. ഫ്ലെയിം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ കുക്കറിൻ്റെ ഈ നോസിൽ വഴി ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും. അതായത് കുക്കറിലെ പാല് ഏകദേശം തിളയ്ക്കാനായിട്ട് തുടങ്ങിയെന്നർത്ഥം. അതുവരെ ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈ മേലെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടില്ലേ, ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലെ അങ്ങനെ ചെറുതായിട്ട് വെള്ളം വന്നു തുടങ്ങും. ഈ സമയത്ത് നമ്മളിതിൻ്റെ മേലെ കുക്കറിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ ആവി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഈ നോസിൽ വഴി പാല് മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് ലോ ഫ്ലെയിം എന്ന് പറയുമ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പ്രഷർ ഉണ്ടാകുന്ന രീതിയിൽ വേണം കേട്ടോ ഫ്ലെയിം വെച്ച് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് റൈസ് നന്നായിട്ട് കുക്കായി വരുള്ളൂ. കുക്കറിൽ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാവണം. ആ രീതിയിൽ വേണം നമ്മൾ ഫ്ലെയിം വെച്ച് കൊടുക്കാൻ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. കുക്കറിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇളക്കലോ കുറുക്കലോ ഒന്നും ആവശ്യമില്ല. ഒരു അരമണിക്കൂർ സമയം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. വിസിൽ വരാതെ ശ്രദ്ധിക്കുക, അതാണ് നമ്മളിതിന് ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മുടെ ഓരോരുത്തരും സ്റ്റവിൻ്റെ ഫ്ലെയിം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ 1-2 വിസിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 15-20 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് വിസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വിസിൽ മുഴുവനായിട്ട് നിന്നതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. എന്തായാലും നമ്മളിതൊരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് ആ പിങ്ക് കളറിലുള്ള പായസമായിട്ട് കിട്ടുള്ളൂ. അരമണിക്കൂറിൽ കൂടുതലായിട്ട് വേവിക്കേണ്ട. സമയം കൂടി കഴിഞ്ഞാൽ റൈസ് ഓവറായിട്ട് കുക്കാവും ചെയ്യും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ തുറക്കാൻ പാടില്ല. 1 മണിക്കൂർ കുക്കർ ഇങ്ങനെ തന്നെ വെക്കണം. 1 മണിക്കൂർ ആകുമ്പോഴേക്കും കുക്കറിലെ സ്റ്റീമൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും. പായസം നമുക്ക് നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പായസം ഇതുപോലെ ഉണ്ടാവും. അതായത് നല്ലൊരു പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ടാവും. റൈസ് നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ പായസം കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിലെ റൈസ് അങ്ങനെ കുക്കായിട്ടില്ല തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതുപോലെ പായസത്തിൽ പാലിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുകയാണെങ്കിലും അതെ. അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും.
പിന്നെ ഈ ഒരു റെസിപ്പി കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മുടെ ആക്ട്രസ് മല്ലിക സുകുമാരൻ മാമിൻ്റെ റെസിപ്പിയാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു പാൽപ്പായസത്തിനും. പിന്നെ അമ്പലത്തിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇങ്ങനെ ആവില്ലല്ലോ, പക്ഷേ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ ജസ്റ്റ് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം, അതായത് വെണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യല്ല കേട്ടോ ചേർത്തിരിക്കുന്നത്, വെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പായസത്തിൽ നമ്മൾ ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർക്കാറില്ല, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാറില്ല. അപ്പം ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന പാൽപ്പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 തുളസി ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. കൃഷ്ണ തുളസിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ തുളസിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാത്രം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിങ്ക് പാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്